നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത ക്രാബ് അഥവാ ഞണ്ടുണ്ട്. പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. മുട്ടയാണെങ്കിൽ ചക്കിലാട്ടിയല്ല. ബിരിയാണി ആക്ച്വലി ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാടൻ നെയ്യും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞണ്ടൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ, ഓറഞ്ച് പോലുള്ള അച്ചാറുകളോ ജ്യൂസുകളോ ഒന്നും കുടിക്കാൻ പാടില്ല. കാരണം ഞണ്ടായാലും ചെമ്മീനായാലും അതും ഈ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ഭയങ്കര എഗെയിൻസ്റ്റ് ആണ്. എന്ത് പ്രഹസനമാണ് സജി. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഫുഡിന് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, പ്രത്യേക ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഓയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൽ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെയൊക്കെ അംശം അകത്ത് കയറി പോണത്. എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ ഭ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണും. എനിക്കറിയാം ഇത് എല്ലാവർക്കും ദഹിക്കൂല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. ദ ഗ്രീൻ ഹൗസ് കോക്കനട്ട് ഓയിൽ എന്നൊരു ബ്രാൻഡ് നെയിമിൽ നമുക്ക് 100% ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്നത് മാത്രമല്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. കോക്കനട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ 100% ഓർഗാനിക് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്താണെന്നുള്ള ഒരു ഇൻഷുറൻസും എനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുള്ളൂ. ലേശം മെന്റൽ ഉണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.